ചരിത്രത്തോടൊപ്പം നടന്നവർ PSC ബുള്ളറ്റിൻ സ്പെഷ്യലാണ്. ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമിയെയും കുറിച്ച് PSC ബുള്ളറ്റിനിൽ വന്ന ആർട്ടിക്കിൾ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PSC ബുള്ളറ്റിനിൽ വരുന്ന ആർട്ടിക്കിളുകളും അതോടൊപ്പം SCERT ടെക്സ്റ്റ് ബുക്കും. നമുക്ക് ചരിത്രത്തോടൊപ്പം നടന്നവർ എന്ന ആർട്ടിക്കിൾ പഠിക്കാം. വെൽക്കം ടു സണ്ണി സീഡ്സ് PSC ക്ലാസ്സസ്. നവോത്ഥാന നായകർ എന്നത് ഹോട്ട് ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും ഒക്കെ ഇതിനോടകം നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കും. പക്ഷെ നിങ്ങൾ ഫാക്ട്സും അല്ലെങ്കിൽ റാങ്ക് ഫയൽ നോക്കിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് പഠിച്ചു കാണും. ഇത് PSC ബുള്ളറ്റിനിൽ വന്ന ആർട്ടിക്കിളാണ്. നമുക്കറിയാം PSC ബുള്ളറ്റിനിൽ വരുന്ന ആർട്ടിക്കിളുകളും ക്വസ്റ്റ്യൻസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിക്കിൾ കൃത്യമായിട്ട് കേൾക്കുക. നമ്മൾക്കറിയാവുന്ന നമുക്ക് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ധാരണയുള്ള പല കാര്യങ്ങളും തന്നെയാണ് ഈ ആർട്ടിക്കിളിലുള്ളത്. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വന്നിരിക്കുന്ന അതേ വാക്യങ്ങൾ നിങ്ങൾക്ക് ഈ ആർട്ടിക്കിളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം കേൾക്കുക. ആദ്യമായിട്ടാണ് ഈ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ, ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തതിന് ശേഷം നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കാം. അല്ലാത്തവർക്ക് ഇതൊരു റിവിഷനായിട്ട് എടുക്കാം. കേൾക്കാം നമുക്ക്. ചട്ടമ്പി സ്വാമികൾ 1853 മുതൽ 1924 വരെയാണ് ജീവിത കാലഘട്ടം. പഴയ തിരുവിതാംകൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ കണ്ണമ്മൂലയ്ക്കടുത്ത് കൊല്ലൂരിൽ 1853 ഓഗസ്റ്റ് 25 കൊല്ലവർഷം 1029 ചിങ്ങമാസത്തിലെ ഭരണി നക്ഷത്രം ചട്ടമ്പി സ്വാമികൾ ജനിച്ചു. പിതാവ് മാവേലിക്കര സ്വദേശി വാസുദേവ ശർമ്മയും മാതാവ് കൊല്ലൂർ സ്വദേശിനി നങ്ങയുമാണ്. ഈ ദമ്പതികളുടെ ആദ്യ സന്താനമായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം അയ്യപ്പൻ എന്നായിരുന്നു. കുഞ്ഞൻ എന്നായിരുന്നു ഓമനപ്പേര്. പിൽക്കാലത്ത് കുഞ്ഞൻ പിള്ള എന്നും അറിയപ്പെട്ടു. അപ്പോൾ ഈ പേരുകളൊക്കെ ഓർത്തു വെക്കണം. ആദ്യകാല നാമം അയ്യപ്പൻ, പിന്നെ ഓമനപ്പേര് കുഞ്ഞൻ, പിന്നെ കുഞ്ഞൻ പിള്ള എന്നും പേരുണ്ടായിരുന്നു. ഇതൊക്കെ ഓർത്തു വെക്കണം. പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ പാഠശാലയിൽ വിദ്യാർത്ഥിയായിരിക്കെ ക്ലാസ്സിലെ ചട്ടമ്പി അഥവാ മോണിറ്ററായിട്ട് നിയോഗിക്കപ്പെട്ടു. ഇത് പിൽക്കാലത്തെ ചട്ടമ്പി സ്വാമികൾ എന്ന പേരിന് കാരണമായി. സ്വപ്രയത്നം മൂലം മലയാളം, തമിഴ്, സംസ്കൃതം എന്നീ 3 ഭാഷകളിലും അദ്ദേഹം പാണ്ഡിത്യം നേടി. കുറച്ചുകാലം കുഞ്ഞൻപിള്ള ഹജൂർ കച്ചേരിയിൽ കണക്കപ്പിള്ളയായിട്ട് സേവനമനുഷ്ഠിച്ചു. 24-ാം വയസ്സിൽ ചട്ടമ്പി സ്വാമികൾ ദേശാടനത്തിനിറങ്ങി. ദക്ഷിണേന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ഹൈന്ദവ ദർശനങ്ങളിലും അതോടൊപ്പം ക്രിസ്തുമതം, ഇസ്ലാം എന്നീ മതങ്ങളിലെ തത്വസംഹിതകളിലും അദ്ദേഹം പാണ്ഡിത്യം നേടി. വിജ്ഞാനത്തിന്റെ ഖനിയായിരുന്ന ചട്ടമ്പി സ്വാമികളെ ജനം വിദ്യാധിരാജൻ എന്ന് വിളിച്ചു. അദ്ദേഹം സ്വീകരിച്ച സന്യാസനാമമാണ് ഷൺമുഖദാസൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്യാസനാമം ഷൺമുഖദാസൻ എന്നാണ്. ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് വിദ്യാധിരാജൻ എന്നാണ്. അയ്യപ്പൻ എന്നൊരു പേരുണ്ട്, അതുപോലെ ഓമന പേരുണ്ട് കുഞ്ഞൻ പിള്ള എന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരും ഓർത്തിരിക്കണം. ആദ്യത്തെ പാഠശാലയിലെ ഗുരുവിൻ്റെ പേര് പേട്ടയിൽ രാമൻപിള്ള ആശാൻ എന്നാണ്. അതിനുശേഷം വേദോപനിഷത്തുകളും സംസ്കൃതവും യോഗ വിദ്യയും പഠിപ്പിച്ച വേദാന്ത പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സുബ്ബജട പാടികൾ എന്നാണ്. ബ്രാഹ്മണ മേധാവിത്വം, പ്രാകൃതമായ ചടങ്ങുകൾ, അനാചാരങ്ങൾ എന്നിവയ്ക്കെതിരെ ചട്ടമ്പി സ്വാമികൾ പ്രതികരിച്ചു. ഇത് ഇതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഈ സെന്റൻസ് ഇതേപോലെ തന്നെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം. ബ്രാഹ്മണ മേധാവിത്വം, പ്രാകൃതമായ ചടങ്ങുകൾ, അനാചാരങ്ങൾ എന്നിവയ്ക്കെതിരെ ചട്ടമ്പി സ്വാമികൾ പ്രതികരിച്ചു. ജാതി സമ്പ്രദായത്തെ ശക്തമായി എതിർത്ത അദ്ദേഹം അദ്വൈത ദർശനം പ്രചരിപ്പിക്കുകയും ചെയ്തു. ചട്ടമ്പി സ്വാമികൾ ആത്മീയോന്നതി കൈവന്നത് വടവീശ്വരം എന്ന സ്ഥലത്ത് വെച്ചാണ്. തമിഴ്നാട്ടിലാണ് വടിവീശ്വരം. അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ചട്ടമ്പി സ്വാമികൾ മറ്റൊരു അവധൂതനായ പിൽക്കാലത്തെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ട നാണു ആശാനെ കണ്ടു. അപ്പോൾ 1883 ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ എവിടെ വെച്ചാണ് കണ്ടത്? അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച്. കേരള ഗാനത്തിന്റെ കർത്താവ് ബോധേശ്വരൻ, അദ്ദേഹം എന്ന് പറയുന്നത് പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ അച്ഛനാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കേശവപിള്ള എന്നാണ്. അപ്പോൾ ബോധേശ്വരൻ, കോൺഗ്രസ് നേതാവ് കുമ്പളത്ത് ശങ്കുപിള്ള, പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യൻ എന്നിവർ ചട്ടമ്പി സ്വാമികളുടെ ഗൃഹസ്ഥാശ്രമികളായ ശിഷ്യന്മാരായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യൻ പ്രധാനി നീലകണ്ഠ തീർത്ഥപാദരാണ്. നീലകണ്ഠ തീർത്ഥപാദരെ ഓർത്തു വെക്കുക. ഗൃഹസ്ഥാശ്രമികളായ ശിഷ്യന്മാരുടെ പേരും ഓർത്തു വയ്ക്കണം. 1924 ഓഗസ്റ്റ് 5 കൊല്ലം ജില്ലയിലെ പന്മനയിൽ ചട്ടമ്പി സ്വാമികൾ സമാധിയായി. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥാനത്ത് ശിഷ്യർ പണി കഴിപ്പിച്ചതാണ് ബാലഭട്ടാരക ക്ഷേത്രം. കേരളം പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയാണെന്ന വാദത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പി സ്വാമിയുടെ പുസ്തകമാണ് പ്രാചീന മലയാളം. വേദങ്ങൾ ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല എന്ന് വാദിക്കുന്ന രചനയാണ് വേദാധികാര നിരൂപണം. ജാതിഭേദങ്ങൾക്ക് അതീതമായി എല്ലാ ഹിന്ദുക്കൾക്കും വേദങ്ങൾ ഹൃദിസ്ഥമാക്കാം എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപത്തിനുള്ള മറുപടിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. സാരസ്യം, തർക്കരഹസ്യരത്നം, ബ്രഹ്മതത്വ നിർഭാസം,
സ്തവരത്ന ഹാരാവലി, പരമശിവസ്തവം, അദ്വൈത പഞ്ചരം, ജീവകാരുണ്യം, ഭാഷയുടെ ഉദ്ഭവം എന്നീ കൃതികളും ചട്ടമ്പി സ്വാമികളാണ് രചിച്ചത്. കാഷായവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ആശയങ്ങളും വീക്ഷണങ്ങളും ജാതി മത ചിന്തകൾക്ക് അതീതമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ പ്രകടമായത് നായർ സമുദായത്തിലാണ്. ചട്ടമ്പി സ്വാമികളുടെ ആശയങ്ങൾ നായർ സർവീസ് സൊസൈറ്റിക്ക് നിത്യ പ്രചോദനമായിരുന്നു. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കലല്ല എന്നും ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടതെന്നും അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ ജീവിതവും കൃതികളും എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ കെ മഹേശ്വരൻ നായരാണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് ജീവകാരുണ്യ ദിനമായി ആചരിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി, കേട്ട് മനസ്സിലാക്കി, നോട്ട്സ് എഴുതുന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക. അടുത്ത് നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരു 1856 മുതൽ 1928 വരെയാണ് ജീവിത കാലഘട്ടം. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് 2 വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സമയമുണ്ടെങ്കിൽ അതുകൂടി കാണുക. ഇതിപ്പോൾ നമുക്ക് PSC ബുള്ളറ്റിനിൽ വന്ന ആർട്ടിക്കിൾ പഠിക്കാം. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും നല്ല വിശേഷണം. മുൻ തിരുവിതാംകൂറിൽ ഇപ്പോഴത്തെ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരം വീട്ടിലാണ് 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരു ജനിച്ചത്. ഈ വയൽവാരം വീട് എന്നുള്ളതും ചെമ്പഴന്തി എന്നുള്ളതും ഒക്കെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഓഗസ്റ്റ് 20, 1856. പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ. യഥാർത്ഥ പേര് നാരായണൻ, ഓമനപ്പേരായിരുന്നു നാണു. ഔപചാരിക വിദ്യാഭ്യാസത്തിന് തൊട്ടടുത്ത സ്കൂളിൽ ചേർന്നു. സ്കൂളിലെ പഠനത്തിന് പുറമെ അച്ഛനും അമ്മാവനും തമിഴ്, സംസ്കൃതം, മറ്റു പരമ്പരാഗത വിഷയങ്ങളിലുള്ള അറിവും പകർന്നുകൊടുത്തു. ഉപരിപഠനത്തിനായിട്ട് കുമ്മംപള്ളി രാമൻപിള്ള ആശാന്റെ കീഴിൽ ചേർന്നു. പഠനം പൂർത്തിയാക്കിയ ശേഷം വീടിന് സമീപത്തുള്ള വിദ്യാലയത്തിൽ അധ്യാപകനായി. ചട്ടമ്പി സ്വാമികളെ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടി. ചട്ടമ്പി സ്വാമികൾ നാണുവാശാനെ തന്റെ ഗുരുവായ തൈക്കാട് അയ്യയുടെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തൈക്കാട് അയ്യയെ പറ്റി വന്ന PSC ബുള്ളറ്റിനിൽ വന്ന ആർട്ടിക്കിൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കാണണേ. അപ്പോൾ തൈക്കാട് അയ്യയിൽ നിന്നാണ് യോഗയുടെ പാഠങ്ങൾ അഭ്യസിച്ചത്. തുടർന്ന് മരുത്വ മലയിലേക്ക് പോയി. ഇപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് ഈ മരുത്വ മല. അവിടെ പിള്ളത്തടം ഗുഹയിൽ താമസിച്ച് വർഷങ്ങൾ നീണ്ട ഏകാന്ത ജീവിതവും ധ്യാനവും നടത്തി. അവർണർക്ക് ആരാധന നടത്തുന്നതിന് 1888 നെയ്യാറിന്റെ തീരത്തുള്ള അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തി. അരുവിപ്പുറത്തുള്ള കൊടിതൂക്കി മലയിലുള്ള ഗുഹയിലും ഗുരു തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട്. ബ്രാഹ്മണർ ചെയ്തിരുന്ന പ്രതിഷ്ഠാകർമ്മം ഈ ഒരു ഈഴവ സമുദായ അംഗം ചെയ്തതിനെ യാഥാസ്ഥിതികർ ചോദ്യം ചെയ്തു. നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്നായിരുന്നു നാരായണ ഗുരുവിന്റെ മറുപടി. അപ്പോൾ ഇത് പലരും തെറ്റിദ്ധരിച്ച് നാം പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അരുവിപ്പുറം വിപ്ലവമെന്നും ഈ സംഭവം വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്ത് കുത്തിവെച്ചിട്ടുണ്ട്. ഇതാണ് ഗുരു വിഭാവനം ചെയ്തത്. ആദ്യത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് ഗുരു ഉപയോഗിച്ചത് നെയ്യാറിൽ നിന്ന് സ്വയം മുങ്ങിയെടുത്ത ഒരു കരിങ്കല്ലായിരുന്നു. ശങ്കരൻകുഴി എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഒരു കയത്തിൽ നിന്നാണ് ഗുരു കല്ല് മുങ്ങിയെടുത്തത്. കേരളത്തിലുടനീളം ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തി. പ്രതിഷ്ഠ കഴിഞ്ഞ് അവിടെ വിദ്യാലയം ഉണ്ടാകണം എന്നുള്ളത് ഗുരു അനുയായികളോട് പറഞ്ഞു. കാലക്രമേണ അത് ഫലിക്കുകയും ചെയ്തു. 1920 തൃശ്ശൂര് കാഞ്ഞാണിക്കടുത്ത് കാരമുക്കിൽ ചിദംബരനാഥ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനായിട്ട് ഗുരു ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ ദീപമാണ് പ്രതിഷ്ഠിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ മുരുക്കുംപുഴയിലെ ക്ഷേത്രത്തിൽ ഓം എന്ന് രേഖപ്പെടുത്തിയ തിളക്കമുള്ള തകിടാണ് സ്ഥാപിച്ചത്. ചുറ്റും സത്യം, ധർമ്മം, ദയാ, ശാന്തി എന്നും എഴുതി വെച്ചിട്ടുണ്ട്. ബില്ലവർക്ക് വേണ്ടി മംഗലാപുരത്ത് ഗുരു സ്ഥാപിച്ച ക്ഷേത്രമാണ് തിരുപ്പതീശ്വര ക്ഷേത്രം. കോഴിക്കോട് ശ്രീനാരായണ ഗുരു ആരംഭിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനി ബസന്റാണ്. ഒടുവിൽ കണ്ണാടിയാണ് പ്രതിഷ്ഠയ്ക്കായിട്ട് ഉപയോഗിച്ചത്. അഹം ബ്രഹ്മാസ്മി അഥവാ ഞാൻ തന്നെയാണ് ദൈവം എന്ന ആശയമാണ് അതിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. കണ്ണാടി പ്രതിഷ്ഠയിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ദൈവം എന്ന ആശയമാണ്. ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവങ്കോട് എന്ന സ്ഥലത്താണ് 1927 ജൂൺ 4. വൈക്കം താലൂക്കിലെ ഉല്ലല എന്ന സ്ഥലത്താണ് രണ്ടാമത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത്. ഒട്ടാകെ 20 ശിവക്ഷേത്രങ്ങളും 4 ദേവീക്ഷേത്രങ്ങളും 6 സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളില്ലാത്ത 2 ക്ഷേത്രങ്ങളും ഗുരു സ്ഥാപിച്ചു. ഗുരു സ്ഥാപിച്ച അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് പിൽക്കാലത്ത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിക്കാനായിട്ട് പ്രേരണയായത്.
വിദ്യാഭ്യാസത്തിലൂടെ മാന്യമായ ജോലി സമ്പാദിക്കാനും വ്യവസായങ്ങൾ ആരംഭിച്ച് സാമ്പത്തികമായി ഉന്നമനം നേടാനും അതുവഴി വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ രംഗങ്ങളിൽ മുന്നേറാനും സ്വന്തം സമുദായ അംഗങ്ങളോട് സ്വാമി ആഹ്വാനം ചെയ്തിരുന്നു. 1891 കുമാരനാശാൻ ആദ്യമായി ശ്രീനാരായണ ഗുരുവിനെ കണ്ടു. 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രജിസ്റ്റർ ചെയ്തത്. ശ്രീനാരായണ ഗുരു ആജീവനാന്ത അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി കുമാരനാശാൻ. യോഗ രൂപീകരണത്തിന് നിർണായക പങ്കുവഹിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. SNDP യോഗത്തിന്റെ പ്രഥമ വാർഷിക സമ്മേളനം നടന്നത് അരുവിപ്പുറത്താണ്. SNDP യോഗത്തിന്റെ ആസ്ഥാനം കൊല്ലത്താണ്. അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിനെ കുറിച്ച് വന്ന ആർട്ടിക്കിൾ. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ സീരീസ് തുടരും. അടുത്ത നവോത്ഥാന നായകന്മാരുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.